ഹലോ. നമ്മളിന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെല്ലാം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നിങ്ങൾ കേട്ടിരിക്കും ഗ്യാപ്, ദാറ്റ് ഈസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, IAS, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, AS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, IFRS, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതെല്ലാം ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ അതിൻ്റെ ഒരു പർപ്പസ്, അത് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് അതിൻ്റെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറയുന്നത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? എന്തിനാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? എന്താ അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഗോൾ എന്തായിരിക്കും? നമുക്കറിയാം. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി, അതൊരു പാരൻറ്റ് കമ്പനി ആയിക്കോട്ടെ. ഓക്കെ, ഈ ഒരു കമ്പനി ഒരു സബ്സിഡറി UK തുടങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഓണേഴ്സ് ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, എംപ്ലോയീസ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി അനലിസ്റ്റ്, റിസർച്ചേഴ്സ്, അങ്ങനെ പോകും അല്ലേ? ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ഇവർക്കൊക്കെ ഇപ്പോൾ ആ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അറിയണം അല്ലേ, ആ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കിയത്, ഈ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ അറിയണം. ബിക്കോസ് ഇവർ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ അവരാണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദേ ആർ ദ റിയൽ ഓണേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കിയെന്ന് അവർക്ക് അറിയണം. സോ നേച്ചറലി അവരെന്താ ചെക്ക് ചെയ്യുക? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും അത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ പറയും. ഇപ്പം അതിൻ്റെ പേര് മാറി ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറയാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്നാണ്. അതിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം സിമ്പിളായിട്ട് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ.